ഹച്ചിക്കോ എന്ന നായയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാനിലെ ടോക്കിയോയിലെ ഷിബുയ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു വെങ്കല പ്രതിമയുണ്ട്. അവിടെ ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്ന് ഫോട്ടോസ് എടുക്കും. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഹച്ചിക്കോയുടെ കഥ ഇത്ര പ്രശസ്തമായതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ജപ്പാന്റെ നാഷണൽ ഹീറോയാണ് ഹച്ചിക്കോ. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ ഇന്നും ഹച്ചിക്കോയുടെ കഥ ഹൃദയത്തിൽ സ്പർശിക്കുന്നു. നവംബർ 10 ജപ്പാനിലെ ഒഡാറ്റെ സിറ്റിയിലെ ഒരു ഫാമിൽ അക്കിറ്റ എന്ന ബ്രീഡിലുള്ള 2 നായ്ക്കൾ ജനിച്ചു. 1924 ടോക്കിയോ സർവകലാശാലയിലെ ഫാക്കൽറ്റിയായിരുന്ന പ്രൊഫസർ ഹെഡിസാബുറോ യുനോ അക്കിറ്റ ഇനത്തിൽപ്പെട്ട നായയെ വളരെ കാലമായി അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഈ വിവരം തൻ്റെ ഒരു വിദ്യാർത്ഥി വഴി അറിഞ്ഞ പ്രൊഫസർ ആ നായയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. വലിയ ശരീരവും ആരോഗ്യമുള്ള ഒരു നായ. വേട്ടയാടുന്നതിനായിട്ടാണ് ആളുകൾ ഈ ഇനത്തിൽപ്പെട്ട നായയെ വളർത്തുന്നത്. അങ്ങനെ പ്രൊഫസർ നായക്കുട്ടിയെ ടോക്കിയോയിലേക്കുള്ള ട്രെയിനിൽ കൊണ്ടുപോയി. 20 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്ര. നായക്കുട്ടിയെ സംബന്ധിച്ച് ട്രെയിൻ യാത്ര ദുഷ്കരമായിരുന്നു. ഒടുവിൽ പ്രൊഫസർ യൂനോയുടെ വീട്ടിലെത്തി. പക്ഷേ നായക്കുട്ടിയുടെ അവസ്ഥ മോശമായിരുന്നു. അവർ ആദ്യം വിചാരിച്ചത് അവൻ മരിച്ചു എന്നാണ്. പക്ഷേ പ്രൊഫസർ അടുത്ത 6 മാസത്തിനുള്ളിൽ അവനെ ആരോഗ്യവാനായ നായക്കുട്ടിയെ വളർത്തിയെടുത്തു. പ്രൊഫസർ യൂനോ തൻ്റെ നായക്കുട്ടിക്ക് ഹാച്ചിക്കോ എന്ന് പേരിട്ടു. ജാപ്പനീസ് ഭാഷയിൽ ഹാച്ചിക്കോ എന്ന വാക്കിന് അർത്ഥം 8ാം നമ്പർ എന്നാണ്. ജപ്പാനിൽ 8 ഭാഗ്യസംഖ്യ ആയതിനാലായിരിക്കണം ആ പേരിട്ടത്. ഹാച്ചിയും അവൻ്റെ പുതിയ ഉടമയും താമസിയാതെ തന്നെ ഉറ്റ സുഹൃത്തുക്കളായി മാറി. പ്രൊഫസർ യൂനോ തൻ്റെ പ്രിയപ്പെട്ട നായയെ എല്ലാത്തിനുമുപരിയായി സ്നേഹിക്കുകയും അവനെ തൻ്റെ മകനായി കണക്കാക്കുകയും ചെയ്തു. അവർ രണ്ടുപേർക്കുമിടയിൽ വളരെ നല്ലൊരു ബന്ധം വളർന്നു വന്നു. എല്ലാ ദിവസവും രാവിലെ പ്രൊഫസർ യൂനോ ഷിബുയ സ്റ്റേഷനിൽ നിന്നാണ് കോളേജിലേക്ക് ട്രെയിൻ കയറുന്നത്. അവിടം വരെ അദ്ദേഹത്തോടൊപ്പം നടക്കും. ഉച്ച തിരിഞ്ഞ് മടങ്ങി വരുന്നതുവരെ ഹാച്ചിക്കോ ക്ഷമയോടെ സ്റ്റേഷനിൽ കാത്തിരിക്കും. ഈ പതിവ് ഒരു ആചാരമായി മാറി. ഹാച്ചിക്കോ തൻ്റെ ഉടമയെ അഭിവാദ്യം ചെയ്യാൻ കൃത്യമായ സമയത്ത് സ്റ്റേഷനിൽ പ്രത്യക്ഷപ്പെടുകയും തിരിച്ചവർ ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. കാലക്രമേണ ഹച്ചിക്കോയുടെ ഈ പ്രവൃത്തികൾ സ്റ്റേഷനിലെ മറ്റ് യാത്രക്കാർക്കിടയിലും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 1925 മെയ് 21 ഹാച്ചിക്കോ ജനിച്ച് 2 വർഷത്തിനു ശേഷം ഹാച്ചിക്കോ പതിവ് പോലെ ഷിബുയ റെയിൽവേ സ്റ്റേഷനിലെ എക്സിറ്റിനടുത്ത് തൻ്റെ പ്രിയ സുഹൃത്തായ പ്രൊഫസർ യൂനോയും കാത്തിരിക്കുന്നു. രാത്രിയായിട്ടും അദ്ദേഹം വന്നില്ല. പ്രൊഫസർ യൂനോ സെറിബ്രൽ ഹെമറേജ് ബാധിച്ച് ജോലിക്കിടയിൽ അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചു. കുറച്ച് സമയത്തിനധികം തന്നെ പ്രൊഫസർ മരണമടഞ്ഞു. സ്റ്റേഷനിൽ ഹച്ചിക്കോ പ്രൊഫസറിനായി കാത്തിരിക്കാൻ തുടങ്ങി. ഒരിക്കലും തിരിച്ചു വരാത്ത തൻ്റെ പ്രിയപ്പെട്ട ഉടമയെയും കാത്ത് മണിക്കൂറുകളോളം അവൻ അവിടെ ഇരുന്നു. അടുത്ത ദിവസം ഇതുപോലെ ഹാച്ചിക്കോ സ്റ്റേഷനിലേക്കെത്തി കാത്തിരുന്നു. ഇത് പിന്നീട് ആഴ്ചകളോളമുള്ള കാത്തിരിപ്പായി. അത് പിന്നീട് മാസങ്ങളും വർഷങ്ങളുമായി. യൂനോ കുടുംബത്തിലെ മുൻ ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് ഹാച്ചിക്കോയെ താമസം മാറ്റി. തൻ്റെ പുതിയ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഷിബുയ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ നടക്കാൻ കഴിയും. എന്നാൽ തൻ്റെ 10 വർഷത്തെ ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് കൃത്യമായി റെയിൽവേ സ്റ്റേഷനിൽ തൻ്റെ പ്രൊഫസറെയും കാത്ത് അവൻ ഇരിക്കുമായിരുന്നു. വൈകുന്നേരം ടിക്കറ്റ് ഗേറ്റിന് മുന്നിൽ ആരൊക്കെയോ തിരയുന്നത് പോലെ ഓരോ യാത്രക്കാരനെയും ഹച്ചി നോക്കി നിന്നു. ഒരു പ്രമുഖ ജാപ്പനീസ് പത്ര റിപ്പോർട്ടർ 1932 ഹച്ചിക്കോയുടെ കഥ പ്രസിദ്ധീകരിച്ചു. ഇത് ജപ്പാനിലുടനീളം ഹാച്ചിക്കോയെ ഒരു സെലിബ്രിറ്റിയാക്കി തീർത്തു. ആളുകൾ അവനെ ചുക്കൻ ഹാച്ചിക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി. വിശ്വസ്തനായ നായ എന്നാണ് അതിനർത്ഥം. ഒരിക്കലും തളരാത്ത നായയുടെ കഥ ദേശീയ മാധ്യമങ്ങളിലും വളരെയധികം ശ്രദ്ധ നേടി. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ ഷിബുയ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് ഹാച്ചിക്കോയെ സന്ദർശിക്കാൻ പ്രേരിപ്പിച്ചു. ജാപ്പനീസ് ജനതയുടെ ഹൃദയത്തെ സ്പർശിച്ച അദ്ദേഹം താമസിയാതെ അവരുടെ നായകനായി. ഹാച്ചിക്കോ ഷിബുയ സ്റ്റേഷന്റെ പുറത്ത് ദിവസവും ഇരിക്കും, മരിച്ചുപോയ തൻ്റെ യജമാനെയും കാത്ത്. അങ്ങനെ 1935 മാർച്ച് 8 ചില ശാരീരിക പ്രശ്നങ്ങളാൽ ഹാച്ചിക്കോ മരണമടഞ്ഞു. സ്വയം മരിക്കുന്നതുവരെ അവിശ്വസനീയമായ 9 വർഷവും 9 മാസവും 15 ദിവസവും ഈ കാത്തിരിപ്പ് തുടർന്നു. ഷിബുയ സ്റ്റേഷന് പുറത്ത് ഹാച്ചിക്കോയുടെ പ്രതിമ സ്ഥാപിക്കുകയും ആ പ്രതിമ ഈ നായയുടെ അങ്ങേയറ്റം വിശ്വസ്തതയുടെ പ്രതീകമായി തുടരുന്നു. പിന്നീട് ഹാച്ചിക്കോയുടെ ഈ കഥ പല സിനിമകളായും പുസ്തകങ്ങളായും ഇറങ്ങാൻ തുടങ്ങി.
അങ്ങനെ ഹാച്ചിക്കോയെ ലോകമറിയാൻ തുടങ്ങി.